ഓ ഗൈസ്, എനിക്കൊരു കുപ്പി വെള്ളം മേടിച്ച് തന്ന് ബാക്കി മൊത്തം കൊണ്ടുപോകണം ഗൈസ്. ഈ QR ഉണ്ടോ, ഇതാണ് ഇവിടെ സ്കാൻ ചെയ്യുന്നത്. ജസ്റ്റ് ഇത് ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ വെക്കുമ്പോൾ അത് ഓപ്പൺ ആയി. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ആൻഡ് അതർ വീഡിയോ ഓഫ് അബൂസ് വ്ലോഗ്സ്. ഗൈസ്, ഞാനിപ്പം നിൽക്കുന്നത് എറണാകുളത്താണ്. ഗസ് വാട്ട്, ഞാനിപ്പോൾ വൈഷ്ണവൻ്റെ കൂടെയാണ് ഗൈസ് നിൽക്കുന്നു. അപ്പോൾ നമ്മളിന്ന് പോകാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ, ഇവിടെ വന്നാൽ പിന്നെ ആകെ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ലുലു മാളിൽ പോയി കറങ്ങിയടിക്കുക ഗൈസ്. അപ്പോൾ നമ്മളെന്തായാലും ജസ്റ്റ് അവിടെ പോയിട്ട് അവിടെ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കിയിട്ട് വരാം. അത് കഴിഞ്ഞിട്ട് ഞാനും വൈഷ്ണവനും കൂടി ഈ ആഴ്ച തന്നെ നമ്മൾ തിരിച്ച് നാട്ടിലോട്ട് വരുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ സ്ഥലം എന്ന് പറയുന്നത് സലീം എന്നുള്ള ഗ്രീൻ ഗാർഡൻ റോഡ് കാക്കനാട് അങ്ങനെ പറഞ്ഞിട്ടാണ്. ചെറുക്കൻ ഇവിടെ നമ്മുടെ തൊട്ട് മേളിൽ എന്തുവാ സദർലാൻഡ് എന്ന് പറയുന്ന കമ്പനിയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഗൈസ്, നമുക്ക് നേരെ ലുലു മാളിലോട്ട് പോകും. ഗൈസ്, ഫൈനലി നമ്മൾ ലുലു മാളിൻ്റെ പാർക്കിംഗ് ലോട്ടിൽ നിന്ന് എത്തിയായിരുന്നു. നമ്മൾ കറങ്ങി നടക്കുന്നത് എങ്ങനെ കയറുമെന്ന് ആലോചിച്ചിട്ട് ഗൈസ്. സമം പറയാതെ നമ്മുടെ ലുലു മാളാണ് ഇത്തിരി കൂടി ബെറ്റർ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇവിടെ ഭയങ്കര സ്മെല്ലും പിന്നെ വലിയ തിരക്കൊന്നും ഇല്ലല്ലേ. പിള്ളേരെയൊക്കെ ടൂറായിട്ട് കൊണ്ടുവന്നിരിക്കുകയാണ് ഗൈസ്. തമിഴ്നാട്ടിൽ നിന്നാണല്ലേ കൂടുതൽ അങ്ങനെ കൊണ്ടുവരുന്നത്. അതെന്താ, പക്ഷെ തമിഴ്നാട്ടിലുണ്ടല്ലോ ലുലു മാള്. അപ്പം നമുക്ക് എൻ്റർ ചെയ്യാം ഗൈസ്. ഗൈസ്, ഇപ്പം ഞാൻ നിൽക്കുന്നത് ഇവിടുത്തെ ബുക്കൊക്കെ മേടിക്കുന്ന ഒരു ഷോപ്പിലാണ്. സംഭവം എന്ന് വെച്ചാൽ എനിക്കല്ല, വൈഷ്ണവനില്ലേ, അവൻ്റെ ആർക്കോ വേണ്ടി അടുത്ത മാസം ഇപ്പോഴേ ബുക്ക് ഓർഡർ ചെയ്തിട്ട് പോകാനുള്ള പരിപാടിയാണ്. ഗിഫ്റ്റ് അയക്കാനാണെന്ന് തോന്നുന്നു. ഐ തിങ്ക് ഡൽഹിയിലുള്ള ആർക്കോ ആണെന്നാണ് തോന്നുന്നത്. അമ്മ ശ്രദ്ധിക്കണേ ഗൈസ്. അങ്ങനെ അവിടെ കയറിയിട്ട് ബുക്ക് സാധനം കിട്ടിയില്ലെന്ന് തോന്നുന്നു. സാധനം അവിടെ ഇല്ലയെന്ന് അവർ തോന്നുന്നു. സോ നമ്മൾ ഇവിടെ നേരെ ഫണ്ടൂറിലോട്ട് പോയിട്ട് ജസ്റ്റ് ഫൺ ചെയ്തിട്ട് തിരിച്ച് വീട്ടിൽ പോയി പോകാം ഗൈസ്. ഗൈസ്, ഇതിനൊരു സംഭവം ചെയ്യാനുണ്ട്, അത് മറന്നു. ഞാൻ തിരിച്ച് പോകാമെന്ന് പറഞ്ഞപ്പോഴേ ഞാൻ ഓർമ്മിച്ച്. അപ്പോൾ അത് ലാസ്റ്റ് കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാവട്ടെ. ഇത് വേറെ ഒന്നുമില്ല, അല്ല ആൾറെഡി അറിയാമെന്നുള്ളവർക്ക് അറിയാം. പിന്നെ വേറെ പറഞ്ഞിട്ട് സർപ്രൈസ് ആയിട്ട് വെച്ചിട്ട് വലിയ കാര്യമില്ല. എന്നാലും നിങ്ങൾ അങ്ങനെ തന്നെ ഇരുന്നു, അതിനൊന്നുമില്ല. അത് കണ്ടിട്ട് കയറിയാലേ നോക്കട്ടെ, കയറാക്കോ നോക്കട്ടെ. കാറിൽ കോയിൻസ് എന്താന്ന് നോക്കട്ടെ ഗൈസ് ആദ്യം. ഗൈസ്, അങ്ങനെ കോയിൻസ് ആഡ് ചെയ്യാൻ വേണ്ടി പോയി. ഇതിൽ 200 രൂപ എങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ 600 കോയിൻസ് വരണമെങ്കിൽ 708 രൂപ വേണമെന്ന്. പിന്നെ കയ്യിൽ പൈസ ഇല്ലാതെ വേണ്ടി ക്രെഡിറ്റ് കാർഡ് എടുത്ത് വരച്ചിട്ടുണ്ട്. അതിന് ഞാൻ എപ്പോൾ തിരിച്ചിടുമെന്ന് വെച്ച് എനിക്ക് വലിയ അറിയൂടെ ഗൈസ്. അപ്പോൾ ഇനി നമുക്ക് അതിൽ പോയി ഒന്ന് കയറാം ഗൈസ്. ഫൈനലി ഞാനും വൈഷ്ണവനും മാത്രം ഇതിനകത്ത് കയറിയിട്ടുണ്ട്. പുള്ളിക്കാരി പറഞ്ഞ ഫോൺ കൊണ്ടുവന്നാൽ സ്വന്തം റിസ്കിലായിരിക്കണം, ഇല്ലെങ്കിൽ പണി കിട്ടും. പൊട്ടിയിട്ടുള്ള ചരിത്രങ്ങളുണ്ട്. സോ കൊണ്ടുപോകാൻ കരുതി. വീഡിയോ എടുക്കാൻ പറ്റില്ലെന്ന് അറിഞ്ഞൂടാ, നോക്കാം ഗൈസ്. ഗൈസ്, ഫൈനലി സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. റെക്കോർഡായില്ലടാ ഗൈസ്. ഭയങ്കര വോയിസ് ആയിരുന്നു, അതുകൊണ്ട് നമുക്ക് ഒന്നും റെക്കോർഡായില്ല. എൻ്റെ കയ്യിൽ നിന്ന് ഫോണെല്ലാം മീൻസ് ഇങ്ങനെ ബാക്കായി പോയി. തല ഇറങ്ങണം. ഞാനാണെങ്കിൽ ഇടയ്ക്ക് തല വെച്ച് ഇങ്ങനെ നോക്കി ഗൈസ്. എൻ്റെ എന്തൊക്കെയോ ഒടിഞ്ഞ് എനിക്ക് ഫീൽ ചെയ്തു ഗൈസ്. ആക്ച്വലി അത് ഞാൻ റെക്കോർഡ് ചെയ്തിട്ട് ഇങ്ങനെ കൈ പിടിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും മിനിമൈസ് ആയിപ്പോയി. കിട്ടില്ല സാധനമായിരുന്നു. നമുക്ക് അടുത്തടുത്തോട്ട് പോവാം. വൈഷ്ണവ, അങ്ങനെ നമ്മൾ റോളർ കോസ്റ്ററിൽ കയറിയിരിക്കുകയാണ്. ഞാൻ ഫോണൊക്കെ പിടിച്ചോണ്ടിരിക്കുകയാണ്. തെറിച്ച് പോവോ? തെറിച്ച് പോകാനുള്ള സ്പീഡ് ഉണ്ടെന്ന് അറിഞ്ഞൂടാ. പക്ഷെ നമ്മുടെ ട്രിവാൻഡ്രത്ത് അത്യാവശ്യം സ്പീഡുണ്ട്. നമ്മൾ പേടിക്കും, ഞാൻ പേടിക്കും. എന്തായാലും ഇത്തവണയെങ്കിലും റെക്കോർഡ് ചെയ്യാൻ പറ്റിയാതായിരുന്നു. അത്യാവശ്യം അമ്പോ എടാ, ഇത് നടുവടിയും കേട്ടാ ഗൈസ്. ഇവിടെ വേറൊരു സാധനമുണ്ട്. നമ്മൾ നേരത്തെ കയറി കറങ്ങിയില്ലേ, അതാണ് എടാ സ്പേസ്. ഗൈസ്, നമ്മൾ നേരത്തെ കറങ്ങിയില്ലേ, അത് ഇതിനകത്തായിരുന്നു. ഇത് ഒറ്റത്തെ കറങ്ങിക്കളത് ആയിക്കൊള്ളല്ലോ. നടുപൊടിയുടെ സാധനം
ഈ 2 റൗണ്ടേ ഉള്ളൂ. തീർന്നോ? 300 രൂപ പോയി ഗൈസ്. അപ്പം അങ്ങനെ ഇറങ്ങാം. ഓക്കെ ചേച്ചി, ഇങ്ങനെ നടുക്കല്ല പറ്റിയോ? നിന്റെ പറ ഗേൾഫ്രണ്ട് തൈലിട്ട് വരെ. ഞാൻ പിന്നെ എന്തിനാ ഇതിന് മുമ്പ് ഗേൾഫ്രണ്ട് അത് തീർന്നിട്ട് പറയാൻ. നമുക്ക് നേരെ മെട്രോയിൽ കയറണം അല്ലേ ഗൈസ്? നമ്മള് സംഭവം എന്ന് വെച്ചാൽ ലുലു മാളിൽ മെട്രോ കണക്ട് ചെയ്യുന്നതുണ്ട്. നമ്മുടെ ട്രിവാൻഡ്രത്തൊന്നുമില്ല, മെട്രോയേ ഇല്ല. അപ്പോൾ നമ്മളെന്തായാലും മെട്രോയിൽ ഒന്ന് കയറി അടുത്ത പോസ്റ്റിൽ ഇറങ്ങിയിട്ട് തിരിച്ച് കയറി വരാനുള്ള പരിപാടിയാണ് ഗൈസ്. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ നേരെ ഇപ്പം മെട്രോയുടെ ഇതിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ആലോചിക്കും ഉമ്മാരെന്തോ ഇങ്ങനെയൊക്കെ കാണിക്കുന്നതെന്ന്. നമ്മുടെ ട്രിവാൻഡ്രത്ത് മെട്രോ ഇല്ലല്ലോ ഗൈസ്. പിന്നെ ട്രിവാൻഡ്രത്ത് ഉള്ള എല്ലാവർക്കും ഇതേണൊക്കെ ഇവിടെ വന്ന് നിൽക്കാക്കൂല. എക്സ്പെഷ്യലി ഉമ്മ എന്താണ് മെട്രോ എന്ന് ഞാൻ കാണിച്ചു തരാവേ. നിങ്ങൾ ടി വി കൂടി കണ്ടെങ്കിലും ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത് പറയുന്നത് വേറെ അല്ലേ? അല്ലടാ, ഇവൻ്റെ അമ്മ ശ്രദ്ധിച്ചോണേ. നമുക്ക് അങ്ങോട്ട് പോവാം ഗൈസ്. ഇവരെ നമ്മൾ സ്വാഗതം ചെയ്യുന്നു. മെട്രോയിൽ പോകാനുള്ള വഴി ഇതാണ് ഗൈസ്. ഒരു ചരിഞ്ഞ പ്രതലം ഫീൽ ചെയ്യുന്നില്ലേ? ഇവിടെ വരുമ്പോഴേ ഒരു ചരിവ് അങ്ങോട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഗൈസ്. അങ്ങനെ ഞാൻ 2 ടിക്കറ്റ് എടുത്തു. പത്തടിപ്പാലം. ഇവിടെ പത്തടിപ്പാലം പോയിട്ട് സെക്യൂരിറ്റി സ്കാനിങ് വേഗം എടുത്തോടെ. ഇനി എന്താണ് സ്കാൻ കാണിക്കാറുള്ളത്? അങ്ങനെ സ്കാൻ ചെയ്ത് നമ്മൾ ഇറങ്ങി. ഇനി തിരിച്ച് സ്കാൻ ചെയ്ത് കയറണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി ഏത് ഫ്ലോറിൽ എങ്ങോട്ടാണെന്നൊക്കെ കണ്ടുപിടിക്കണം. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ കയറിയിട്ടുണ്ട് കേട്ടോ, പക്ഷെ അന്ന് അതുപോലെ വീഡിയോ എടുത്തിട്ടില്ല. ഈ സംഭവം എന്ന് വെച്ചാലേ, ഞാൻ മറ്റേ ഈ കറങ്ങുന്നിടത്തുള്ള വീഡിയോ എടുത്തതിൽ കയ്യിൽ നിന്ന് പോയില്ലേ, അത് പോയത് ഇപ്പം മുതൽ തുടങ്ങിയാണ്. ആ വീഡിയോ എടുത്തിരുന്നെങ്കിൽ അങ്ങനെയിട്ട് പ്രാറ്റാണ്. എന്നിട്ട് നമ്മൾ മറ്റേ അത്ര എമൗണ്ട് എടുത്തില്ലേ, ആ പൈസ ഉണ്ടായിരുന്നെങ്കിൽ എന്തൊക്കെ ചെയ്യായിരുന്നു. ആ പൈസ ഇങ്ങനെയൊക്കെ പറയണേ ഗൈസ്. ഒരുമാതിരി കൊച്ചുള്ള കണക്ക് ഇല്ല. സിനിമയിൽ ദിലീപ് പറയൂല അതുപോലെ. നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ കണ്ടതാണ് ഇത്. ലുലു മാളിൽ അകത്തോട്ട് പോകാനുള്ള വഴിയാണ്. കണ്ട? ഓക്കെ, 2 മെട്രോയുടെ ഇതുണ്ട്. വെയിറ്റ് ഹിയർ ഗൈസ്. അങ്ങനെ വന്നായിരുന്നു കേട്ടോ. നമ്മളെറങ്ങി കയറുക. ഗൈസ്, ലുലുവിൻ്റെ റിഫ്ലക്ഷനിൽ നമ്മളെ കാണായിരുന്നു. അടിപൊളിയായിരുന്നു. പുള്ളിക്കാർ പറഞ്ഞ ഇവിടെ വന്ന് ഇറങ്ങിയിട്ട് സ്കാൻ ചെയ്തിട്ട് വേണം വീണ്ടും എൻ്റർ ചെയ്യാനെന്ന്. അതുകൊണ്ട് നമ്മളൊന്നും കൂടി സ്കാൻ ചെയ്യുക. അങ്ങനെ ഗൈസ് അഗെയിൻ സ്കാൻ ചെയ്ത് എൻ്റർ ചെയ്തിരിക്കുകയാണ് അകത്തോട്ട്. പുറത്തേക്കുള്ള വഴിയോ ഗൈസ്? ഈ QR ഉണ്ടോ? ഇതാണ് ഇവിടെ സ്കാൻ ചെയ്യുന്നത്. ജസ്റ്റ് ഇത് ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ വെക്കുമ്പോൾ അത് ഓപ്പണായി. കാണിച്ചില്ല ഗൈസ്, ഓപ്പണായോ? കയറി വാ. നേരത്തെ പറഞ്ഞാൽ ചെറിയ തെറ്റ്. ഇത് കണ്ട ആലുവ സൈഡിലോട്ടല്ല, ഇടപ്പള്ളി സൈഡിലോട്ടല്ല പോകണം. കാക്കനടുത്തല്ലേ പ്ലാറ്റ്ഫോം എന്തൊക്കെയുണ്ട് നിങ്ങൾ വന്ന് മനസ്സിലാക്കാൻ പറ്റും. എളുപ്പമാണ്. നമ്മൾ നിൽക്കുന്ന സൈഡ് തന്നെ പോവുകയാണെങ്കിൽ അങ്ങോട്ടേ പോകത്തുള്ളൂ. ഓപ്പോസിറ്റ് സൈഡ് കയറുകയാണെങ്കിൽ ഓപ്പോസിറ്റ്. അങ്ങനെയാണ് ഗൈസ്. Now we are waiting for another metro. Actually metro has 8-minute duration. 8-minute ഗ്യാപ്പിൽ പുതിയ മെട്രോകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. സോ നമുക്ക് വലിയ വെയിറ്റ് ചെയ്യേണ്ട താമസമില്ല. ഇവിടെ വരുമ്പോൾ തന്നെ അടുത്ത മെട്രോ കിട്ടും. നേരത്തെ നമ്മൾ കയറിയപ്പോൾ തന്നെ മെട്രോ കിട്ടിയതാണ് ഗൈസ്. ഈ കാണുന്ന ലൈൻ കണ്ടോ? നമ്മൾ ഈ യെല്ലോ ലൈൻ്റെ അകത്ത് നിൽക്കണം. ആ കാണുന്ന സെക്യൂരിറ്റി ചേട്ടൻ പറഞ്ഞു അകത്ത് നിൽക്കുന്നു. ഗൈസ് ഇതുകൊണ്ട് അങ്ങ് കണ്ട ഒരു സ്റ്റേഷൻ. ആക്ച്വലി അതാണെന്ന് തോന്നുന്നു ലുലു മാളിൻ്റെ മെട്രോ സ്റ്റേഷൻ വരുന്നത്. അവിടെ നിന്ന് ഇപ്പുറത്ത് വന്നതാ ഗൈസ്. എങ്ങനെയുണ്ടെന്ന് അറിയണമല്ലോ. ഏതാ ലുലുമാളിന്റെ മെയിൻ എൻട്രൻസ് ആണ്. മെട്രോ പോകുന്ന കാണുന്നുണ്ട്. ഇപ്പം കണ്ട ഈ ഒരു റിഫ്ലക്ഷൻ നേരത്തെ എടുക്കാൻ നോക്കി കിട്ടിയില്ല. ബട്ട് ഇപ്പം നമുക്ക് കിട്ടി ഗൈസ്. നമുക്ക് ഇതെടുത്ത് നേരെ പോകും.
ഫൈനലി നമ്മൾ തിരിച്ചു വന്ന് ഒരു ലോങ് യാത്ര പോയ ഫീൽ അല്ലേ? സംബന്ധം വെച്ചല്ലേ തൊട്ടപ്പുറത്തപ്പുറത്ത് പോയെങ്കിലേ നമ്മളിങ്ങനെ ഇറങ്ങി കയറി കറങ്ങി കണ്ടുപിടിച്ച് വന്നപ്പോൾ മടുത്ത് പോകുന്നുണ്ട്. പക്ഷെ വൺ സൈഡ് പോയിട്ട് കുറേ നേരം കഴിഞ്ഞാണ് തിരിച്ച് വരുന്നെങ്കിൽ നമുക്ക് ആരും മടുത്ത് വരത്തില്ല. കേസ് ഫൈനലി നമ്മളിവിടെ നിന്നെല്ലാം വന്നിട്ട് ഇപ്പോൾ ഫുഡ് കോർട്ടിലിരിക്കുകയാണ്. എനിക്ക് വൈഷ്ണവൻ ഒരു ഡൊമിനോസിൻ്റെ ഒരു പിസ്സ മേടിച്ച് തരാമെന്ന് പറഞ്ഞു. നന്മയുള്ള കുട്ടിക്കാരൻ. നമ്മളിതും കൂടി കഴിക്കണം. ആയോ നമ്മുടെ ആണോ? അപ്പം പോയി സാധനം എടുത്തിട്ടുണ്ട് ഗൈസ്. ഓ ഗൈസ് എനിക്കൊരു കുപ്പി വെള്ളം മേടിച്ച് തന്നു. ബാക്കി മൊത്തം കൊണ്ടുപോകണം. സാപ്പിട്ടിട്ട് വരാം. എന്നിട്ട് കഴിച്ചിട്ടുണ്ട് ഗൈസ്. ഗൈസ് ആക്ച്വലി നമ്മൾ ഈ സെയിം സാധനം ഇന്ന് നമ്മൾ ഓൺലൈൻ വഴി ഓർഡർ ചെയ്തായിരുന്നേ. അപ്പോഴും നമുക്ക് കിട്ടിയെന്ന് വെച്ചാൽ 150 രൂപയ്ക്ക് കിട്ടിയത്. 100 രൂപയ്ക്കാണ് ഗൈസ്. ലാഭമുണ്ട്. അപ്പം എനിക്കൊന്ന് പാക്കിങ്ങിൻ്റെ ഇത് കുറവ്, ഡെലിവറി ചാർജ് എല്ലാം കൂടി ചേർത്തിട്ടായിരിക്കും ചിലപ്പോൾ അങ്ങനെ പറഞ്ഞു. നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടമാണോ ഗൈസ്? നാട്ടിൽ ഡൊമിനോസിൻ്റെ വലിയൊരു ഫാനാണ്. അല്ലേ ശങ്കറെ? ശങ്കറിനെ അറിയാം. എനിക്കും അറിയാമല്ലോ. പറയുമ്പോൾ നമ്മൾ എത്രയാണോ വൈകുന്നത്? നല്ല ചൂടുണ്ട്. മറ്റേത് ഡെലിവറി പോയി വന്നപ്പോഴത്തേക്ക് ചെറിയ ടൈം എടുത്തിട്ട് ഇതിപ്പോൾ പൊള്ളിപ്പോവാനുള്ളതായിരുന്നു. ഇതിന് മുമ്പും പൊള്ളിയിട്ടുണ്ട്. പയ്യെ കഴിക്കാം. ഇതിങ്ങനെ കാണിച്ചത് ഗൈസ്. ഇങ്ങനെ ആക്കിയാൽ റെക്കോർഡാവും. സ്റ്റോപ്പ് ഇങ്ങനെ ആക്കി വെക്കും ഗൈസ്. ഞാൻ ഡൊമിനോസിൻ്റെ സ്വീറ്റ് കോൺ ആണ് എടുത്തത്. ഇവൻ എടുത്തിരിക്കുന്ന ക്ലാസിക്കാണ്. എനിക്ക് സ്വീറ്റ് കോൺ ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. കഴിച്ചോ? നോക്കിയൊക്കെ അടിക്കുക നോക്കട്ടെ ഗൈസ്. ഈ കുട്ടിപ്പട്ടാളം നമ്മളോട് ഈ ലിഫ്റ്റിനകത്ത് കയറി ഗൈസ്. നമ്മളൊന്ന് പെട്ടുപോയി. വീഡിയോ എടുക്കാൻ പറ്റിയില്ല. യെസ് ഗൈസ്, ബംബിൾ ബീ ഈസ് ഹിയർ. ഇതെപ്പോഴും ഇവിടെ തന്നെ ഉണ്ട്. കഴിഞ്ഞ വന്നപ്പോഴും ഇത് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ദെൻ വി ആർ ഗോയിങ് ഗൈസ്. കുറേ നേരം കൊണ്ട് പോകണമെന്ന് പറയണതല്ലാതെ ഇവിടെ നിന്ന് ഇറങ്ങുന്നില്ല. ഡൊമിനോസ് കഴിച്ച് അണ്ണാക്ക് പൊള്ളിയിട്ടുണ്ട്. നിങ്ങൾക്ക് പിസ്സ ഹട്ടാണോ ഡൊമിനോസ് ആണോ ഇഷ്ടം? കമൻറ്റ് ചെയ്യുക ഗൈസ്. കമൻറ്റ് ഡൗൺ ബിലോ. ഓ വെസ്റ്റ് സൈഡ്. അപ്പോൾ ഗൈസ് ആ കാര്യം പറഞ്ഞിട്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യണം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്. ബൈ. എന്ത് പറയാനാ മൂടേ. അതിനിടെ എന്താ പറയല്ലേ? മാസ് അങ്ങനത്തെ സാധനം ഉണ്ടല്ലോ. ജാപ്പനീസ് അങ്ങനെ എന്താ പറയുക? മാസ് അങ്ങനത്തെ സാധനം ഉണ്ടല്ലേ? ഫുഡ് കഴിക്കാൻ നേരത്തെ പ്രാർത്ഥിക്കുന്നത്. ഇത് കറങ്ങുന്നുണ്ട് ഗൈസ്. കറങ്ങുന്നുണ്ടെന്നല്ല, ഇപ്പം കറങ്ങും. പത്ത് പത്ത് ആ പത്ത് പത്ത് ആ പത്ത് പത്ത്